ഒരു ഇലക്ട്രിക് കാർ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർ എത്ര കിലോ വാട്ടിന്റെ സോളാർ പാനൽ ഇൻസ്റ്റാൾ ചെയ്യണം? നമ്മുടെ സിറ്റി ട്രാഫിക്കും ഡ്രൈവിംഗ് സ്റ്റൈലും AC യൂസേജും ഒക്കെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ കേരളത്തിലെ റിയൽ റോഡ് കണ്ടീഷനിൽ ഒരു സാധാരണ EV ഒരു യൂണിറ്റ് വൈദ്യുതിയിൽ 6 മുതൽ 8 കിലോമീറ്റർ വരെ ഡ്രൈവ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഡെയിലി 50 കിലോമീറ്റർ ഡ്രൈവ് ചെയ്യുന്ന ആളാണെങ്കിൽ ഡെയിലി 6 യൂണിറ്റ് EV ചാർജ് ചെയ്യാൻ വേണ്ടി വരും. ഇനി സോളാറിലേക്ക് വന്നാൽ കേരളത്തിൽ 1 കിലോ വാട്ടിന്റെ സോളാർ പാനൽ ഒരു ദിവസം 4 യൂണിറ്റ് വൈദ്യുതിയാണ് പ്രൊഡ്യൂസ് ചെയ്യുക. നിങ്ങൾ ഓൾറെഡി 2000-3000 രൂപ കറണ്ട് ബില്ല് അടയ്ക്കുന്നതാണെങ്കിൽ അതിൽ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ വീട്ടിൽ ഡെയിലി 6 to 8 യൂണിറ്റ്സ് ഓൾറെഡി യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒപ്പം EV ചാർജിങ്ങും കൂടെ കൂട്ടുകയാണെങ്കിൽ 12 യൂണിറ്റ് വൈദ്യുതിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ 12 യൂണിറ്റ് വൈദ്യുതി വേണമെങ്കിൽ 3 കിലോ വാട്ടിന്റെ സോളാർ പാനൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. ഒരു യൂണിറ്റിന് 8 രൂപയാണ് കറണ്ട് ചാർജ്. EV 1 കിലോമീറ്റർ ഓടിക്കാൻ 1 രൂപയെ ഫ്യൂവൽ ചാർജ് വരുന്നുള്ളൂ. സോളാർ കൂടെ ഉണ്ടെങ്കിൽ EV ഓൺ ചെയ്യുന്നത് കൂടുതൽ സ്മാർട്ട് ആൻഡ് എഫിഷ്യന്റ് ആവുകയാണ് ചെയ്യുന്നത്. ഈ വീഡിയോ സേവ് ചെയ്ത് വെച്ചോളൂ. നിങ്ങളുടെ സിനാരിയോ ഡിഫറെൻ്റ് ആയിരിക്കാം. നിങ്ങൾക്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഉണ്ടെങ്കിൽ EV എന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇലക്ട്രിക് വെഹിക്കിൾ ഉള്ളവർക്കും വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്കും ഒക്കെ മാക്സിമം ഷെയർ ചെയ്യൂ. താങ്ക് യു.